ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കപ്പ കൃഷിയെക്കുറിച്ചുള്ള കാര്യമാണ്. കപ്പ എന്ന് നമ്മുടെ ഈ ഒരു മധ്യ കേരളത്തിൽ പറയാറുണ്ട്, കൊള്ളി എന്ന് പറയാറുണ്ട്, ചീനിക്കിഴങ്ങ് എന്ന് പൊതുവായിട്ട് പറയാറുണ്ട്. അങ്ങനെ പല രീതിയിൽ പറയുന്നൊരു എന്താ പറയുക ഭക്ഷ്യവസ്തുവാണിത്. ഇതിനെപ്പറ്റി അറിയത്തില്ലാത്ത ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കപ്പ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നടുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ അതിൻ്റെ ചെറിയ വളരീതി, വളപ്രയോഗ രീതി, അത് ഓരോ നടീൽ വസ്തു, അതായത് കപ്പത്തണ്ടാണ് ഇതിൻ്റെ നടീൽ വസ്തു. ഈ നടീൽ വസ്തു എടുക്കുമ്പോൾ തൊട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല ഇനങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. സുമോ കപ്പ, മിക്സർ കപ്പ, അങ്ങനെ പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന പല ഇനത്തിൽപ്പെട്ട കപ്പകളുണ്ട്. ഇപ്പോൾ ഒത്തിരി കപ്പ ഇനങ്ങൾ വേറെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കപ്പ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയാണ്. അതോടൊപ്പം ചെറിയ കോസ്റ്റിൽ നമുക്കൊരു ഭക്ഷ്യവസ്തു ഉൽപ്പാദിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ആശയം കൂടിയാണ് ഇവിടെ നമുക്ക് പ്രാവർത്തികമാകുന്നത്. അതായത് നമ്മളൊരു ചെറിയ കപ്പത്തണ്ട് മുളയ്ക്കുന്നു, നമുക്കൊരു 10 കിലോ കപ്പ നന്നായിട്ട് നോക്കി കഴിഞ്ഞാൽ അത് കൂടുതലും കിട്ടുന്നുണ്ട്. ഞാനൊരു ആവറേജ് പറഞ്ഞാണ്. ഒരു 10 കിലോ കപ്പ, അല്ലെങ്കിൽ പോട്ടെ ഒരു 5 കിലോ കപ്പ, ഒരു സാധാരണ വലിയ വളമൊന്നും ചെയ്യുന്നില്ല, സാധാ ജൈവ രീതിയിലുള്ള വളം ചെയ്ത് ഒരു 5 to 7 കിലോ കപ്പ, അതായത് ഒരു കപ്പത്തണ്ടിൽ നിന്നാണ് നമുക്ക് ഇത്രയും കൂടുതൽ ഭക്ഷ്യവസ്തു നമുക്ക് കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ നേട്ടവും. ഇത് ക്ഷാമകാലത്ത് കൂടുതൽ ഈ പ്രദേശം, നമ്മുടെ തിരുവിതാംകൂർ പ്രദേശത്ത് ക്ഷാമകാലത്ത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു വിളയാണ്. അതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. ചെറിയ മുതൽ മുടക്കിൽ വലിയ ഭക്ഷ്യ ഉൽപ്പാദനം നമുക്ക് സാധ്യമാകുന്ന ഒരു ഭക്ഷണം കിട്ടാതെ, അതായത് നെല്ല് പോലുള്ള ഭക്ഷണ സാധനങ്ങൾ ലഭ്യമല്ലാതിരുന്ന കാലത്ത് ഒരുപാട് കൃഷി ചെയ്തിരുന്ന ഒരു വസ്തുവാണ് ഈ കപ്പ. കപ്പയും എല്ലും കപ്പയും അതുപോലത്തെ വിഭവങ്ങൾ, അത് കപ്പ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ പല വിഭാഗങ്ങളും ഉണ്ടായതിന് പിന്നിൽ ഒരു ഈ ക്ഷാമത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് സാധാരണ ലഭ്യമാകുന്ന ഭക്ഷണത്തിൻ്റെ ലഭ്യതയുടെ ബുദ്ധിമുട്ട് കാരണം വന്ന ചില വിഭവങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഈ കപ്പയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കോസ്റ്റിൽ നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഭക്ഷ്യവിളയാണ് കപ്പ. നമുക്ക് ആവശ്യത്തിന് കപ്പത്തണ്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കപ്പത്തണ്ട് കിട്ടിയിട്ടുണ്ട്. അത് കുറച്ച് ദൂരെയായിരുന്നു, കോട്ടയം സൈഡിലാണ്, നമ്മളിവിടെ പാലാ സൈഡിലാണ്. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പകൽ ഭയങ്കര വെയിലും ചൂടുമാണ്. ഇപ്പോഴും ഉണ്ട് വെയിലും ചൂടുണ്ട്. പക്ഷേ അതുകൊണ്ട് പകൽ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോയി എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം. കപ്പത്തണ്ട് എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. നല്ല ടേസ്റ്റുള്ള കപ്പയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയി എടുത്ത്, നമുക്ക് ഏതായാലും കപ്പത്തണ്ടെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയിൽ കപ്പത്തണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ വാഴവള്ളി വെച്ച് കെട്ടി വെച്ചേക്കും, അല്ലെങ്കിൽ അത് ഉരഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി. വണ്ടി ഇത്രയും ദൂരം വരും, 25-30 കിലോമീറ്റർ ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഇത് പോകാതിരിക്കാൻ വേണ്ടി, കപ്പത്തണ്ടൊന്നും ഉരഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കെട്ടി വെച്ചത്. നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി വെച്ചു. കേടുപാടൊന്നും പറ്റാതെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കുത്തി നിർത്തണം. ചൂടുള്ള സമയമായതുകൊണ്ട് നമുക്കിത് ഉണങ്ങിപ്പോകാതെ നമുക്ക് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഇപ്പോൾ തൽക്കാലം കുത്തി നിർത്തിയിട്ട് വെള്ളം ഒഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് വെക്കുന്നത്. നനവുള്ള സ്ഥലമാണ്, ഇന്ന് നനയ്ക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നനവുള്ളതുകൊണ്ട് നമുക്കിത് കപ്പത്തണ്ട് ഉണങ്ങിപ്പോകാതെ നമുക്ക് പെട്ടെന്ന് ഇപ്പം നടാൻ പറ്റത്തില്ല. നമുക്ക് അവിടെ ഒരുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം നട്ട് നമുക്കത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിന് കപ്പത്തണ്ട് ഒരു 10-12 കപ്പത്തണ്ടുണ്ട്. ഇത് കപ്പത്തണ്ട് ഇവിടെ കൊണ്ട് വെക്കുവാണ്, കാണിച്ചു തരാം. പട്ടിക്കൂട്ടനുണ്ട് അവിടെ, അവനത് അവിടെ പൊക്കോളും. നമ്മൾ ഇതിവിടെ വെച്ചിട്ട് ഇതിൻ്റെ മുട്ടൊന്നും പോകാതെ നമ്മളിത് അഴിച്ചെടുത്ത് ഇവിടെ ഈ തെങ്ങ ചാരി വെക്കാൻ വേണ്ടിയാണ് പരിപാടി. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് കുഴപ്പമില്ല, വലിയ ചൂടൊന്നുമില്ല. അപ്പോൾ ഇത് ചാരി വെച്ചിട്ട് പിന്നെ പതുക്കെ നമുക്കിവിടെ വെള്ളം ഒഴിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പോകാതെ കിട്ടും, അതിന് വേണ്ടിയാണ്. വാഴവള്ളിയെല്ലാം അഴിക്കണം. നമ്മൾ പട്ടിയെ അഴിച്ചു വിട്ടിട്ടുണ്ട്. അവൻ അതിലൂടെ ഓരോ പരിപാടിയായിട്ട് നടക്കുവാണ്. വാഴവള്ളി നല്ലൊരു കയറ് പോലെ പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. അതിപ്പോൾ നല്ലൊരു കയറിൻ്റെ തന്നെ പർപ്പസ്, നല്ലൊരു ഫൈബറാണിത്. നല്ല കയറിൻ്റെ പർപ്പസ് മീറ്റ് ചെയ്യും. നമുക്ക് ആവശ്യത്തിന് ഇതുപോലത്തെ ആവശ്യങ്ങൾക്കൊക്കെ നല്ല വേറൊരു പ്ലാസ്റ്റിക് മാലിന്യം ഒഴിവാക്കി നമുക്കിതൊക്കെ വാഴവള്ളി വെച്ച് കെട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കപ്പത്തണ്ട് നമുക്കിനി ഓരോന്നായിട്ട് എടുക്കാം. പിന്നെ മുട്ടിനൊന്നും കുഴപ്പം പറ്റാത്ത രീതിയിൽ കാറ കയറ്റാൻ വേണ്ടി ചെറിയ അഗ്രഭാഗമൊക്കെ നമ്മൾ കണ്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. കാറ കയറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് അഗ്രഭാഗം കണ്ടിച്ച് കളയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിച്ചതിന് ശേഷമാണ് എടുത്തേക്കുന്നത്. തലഭാഗം നമ്മൾ എന്തായാലും നമ്മൾ നടുവേല. തലഭാഗം എന്തായാലും നമ്മൾ നടുന്നില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഭാഗം കട്ട് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ചോടൊക്കെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒക്കെ നനച്ച് കൊടുക്കുക. കാരണം നാളേക്ക് ഇനി നല്ല വെയിലായിരിക്കും. അപ്പോൾ നമുക്ക് ഉണങ്ങിപ്പോരും കപ്പത്തണ്ട് ഈ വെയിലത്തോട്ട് എടുത്ത് വെക്കുമ്പം ചൂടൊക്കെ ചെറിയ നനവില്ലെങ്കിൽ
ഇത് കംപ്ലീറ്റ് ഉണങ്ങിപ്പോവും. അപ്പോൾ നമുക്കിത് ജസ്റ്റ് എന്തായാലും നനവുള്ള സ്ഥലമായിരിക്കും, എന്നാലും വേരൊക്കെ ഒന്ന് നമ്മൾ അവിടുന്ന് കൊണ്ടുവന്നതല്ലേ, വേരിൽ നിന്നൊന്നും ഡാമേജ് പറ്റാതെ ആ വേരൊക്കെ ഇച്ചിരി മണ്ണൊക്കെ ഇളക്കി ആ വെള്ളം ഒഴിക്കുമ്പോഴേക്കേ അത് കുഴപ്പമില്ലാതെ വരും. നമ്മൾ അപ്പോൾ കപ്പത്തണ്ടെല്ലാം സംഘടിപ്പിച്ച് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് നോക്കി, ഇത് നിങ്ങൾക്ക് കാണാം. നമുക്കിനി ഈ കപ്പത്തണ്ടുകൾ നടുന്നതിന് മുമ്പായിട്ട് ആദ്യം വളം തയ്യാറാക്കേണ്ടതുണ്ട്. അതായത് ഈ കപ്പത്തണ്ട് നമ്മൾ ഉടലെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കുന്ന വളങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പം ഈ വളങ്ങൾ ഞാനൊരു പ്രത്യേക രീതിയിൽ എൻ്റേതായ ഒരു വളങ്ങളാണ്, എൻ്റെ രീതിയിലുള്ള വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. തീർത്തും ജൈവ രീതിയിലുള്ള വളങ്ങളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് കാണാം. മെയിനായിട്ടും നമ്മുടെ ചാണകപ്പൊടിയും അതുപോലെ ചാരവും പിന്നെ ഈ ജൈവമാലിന്യവും. ചാണകപ്പൊടി കുറച്ച് കൂടുതലുണ്ടാവും, അതിനേക്കാളും പകുതിയോളമാണ് ഈ ജൈവമാലിന്യവും നമ്മുടെ ചാരവും കൂടെ ഉണ്ടാകുന്നത്. അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വളം രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഞാൻ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ജൈവ മാലിന്യങ്ങൾ. അതായത് നമ്മുടെ വീട്ടിലത്തെ പേരയ്ക്ക, അതുപോലെ തണ്ണിമത്തം മേടിക്കുന്നത്, അതുപോലെ കരിയിലയൊക്കെ കിട്ടുവാണെങ്കിൽ കുറച്ചൊക്കെ അങ്ങനെ, കൂടുതലും അല്ലാത്ത പഴവർഗ്ഗങ്ങളുടെയും വീട്ടിലെ ഉപയോഗിക്കുന്ന സവോള, മുളകിൻ്റെ വേസ്റ്റ്, അങ്ങനത്തെ വേസ്റ്റുകളെല്ലാം. പിന്നെ ഇത് നമ്മുടെ ചാണകം, ഉണങ്ങിയ ചാണകമാണിത്, അതുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ചാരമാണ്. ചാരത്തിൻ്റെ അകത്ത് നമ്മുടെ മുട്ടത്തോട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കൂടുതലും ചാരം തന്നെയാണ്. ബാക്കി മുട്ടത്തോട് കാര്യങ്ങളൊന്നും നമുക്ക് കുഴപ്പമില്ല, അതെല്ലാം ജൈവ മാലിന്യമായിട്ട് വരുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തും മുട്ടത്തോടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു വളമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പഴുത പിടിച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ മിശ്രിതമാക്കുമ്പോൾ നമുക്കൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. മണ്ണിലും ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് മണ്ണിൽ ചെയ്ത് കുറച്ച് കൂടുതൽ മണ്ണും കൂടെ കൂട്ടി കോരിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. സാധാ മണ്ണിലും ചെയ്യാം. മണ്ണിൻ്റെ സൗകര്യം, അതായത് മണ്ണങ്ങനെ കിട്ടാനില്ലാത്തവർക്ക് ഇതുപോലെ ഒരു പഴുതയോ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെയ്യാവുന്നേ ഉള്ളൂ, മിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഈ ജൈവ മാലിന്യം നമ്മൾ ഇവിടെ ഇടുവാണ്. ചാണകപ്പൊടി ചേർക്കാം. ചാരം കൂടെ ചേർക്കുകയാണ്. ഇത് നമ്മളിപ്പം തയ്യാറാക്കി വെച്ച മിശ്രിതമാണ്. ഇത് ഇളക്കി യോജിപ്പിച്ചിട്ടില്ല. ഏറ്റവും അടിയിൽ നമ്മുടെ ജൈവ മാലിന്യം, അതിൻ്റെ മുകളിൽ ചാണകപ്പൊടി, അതിൻ്റെ മുകളിൽ ചാരം ഇട്ടിട്ടേക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. ഇതിൻ്റെ അകത്ത് ഈ ഇളകി പോകാതിരിക്കുന്നതൊക്കെ നമുക്കൊന്ന് ഇതാക്കി എടുക്കാം. ഒത്തിരി നാളായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്കിത് അടിയിൽ ഇളകി പോകാതിരിക്കുന്നതാണ്. കുഴപ്പമൊന്നുമില്ല. അതൊന്ന് കുത്തിമറിച്ചിടുമ്പോഴേക്കും അത് ഇളകി പോകുന്ന കിട്ടും. നമുക്ക് നല്ല മണമുണ്ട്, നല്ല സ്മെല്ലാണിത്. എന്നുവെച്ചാൽ ഒന്നാന്തരം ജൈവ വളമാണ്. ഇത് ഇളകി കഴിഞ്ഞിട്ട് ബാക്കി കുറച്ചും കൂടെ അതിൻ്റെ അകത്തും ആ ചാരവും കൂടെ മിക്സായി വന്നു. കുഴപ്പമില്ല, വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് അതെല്ലാം കൂടെ കൂട്ടി ഇളക്കുക എന്നുള്ളതേ ഉള്ളൂ. ചേർത്ത് ഇളക്കി നമുക്ക് യോജിപ്പിക്കണം. അടിയിൽ വേറെ വളമുണ്ട്, എല്ലാ വളവും കൂടെ ചേർത്ത് നമുക്കിത് ഇളക്കണം. ഇതിൻ്റെ കട്ട കെട്ടി കിടക്കുന്നതൊക്കെ നമ്മൾ അത്യാവശ്യം കുത്തിയിട്ട് പൊട്ടിച്ചത് എടുക്കണം, ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. ഒത്തിരി പുഴുക്കളുണ്ട്. നമ്മൾ ജസ്റ്റ് ഇളക്കിയപ്പോൾ കോഴീന്
ജസ്റ്റ് ഒന്ന് വിളിച്ചതേ ഉള്ളൂ. അപ്പോൾ അവളത് അത്യാവശ്യം കൊത്തി തിന്നുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ വളം തയ്യാറാക്കുന്നത്. എൻ്റെ ഒരു രീതി വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന വളം ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്തും ചെയ്യാം. ജൈവവളങ്ങൾ ഉപയോഗിക്കാൻ ചാരം ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. ഈ പൊട്ടാഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കപ്പയ്ക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ചാരം ഉപയോഗിക്കുന്നത് നല്ലതാണ്. ചാണകപ്പൊടി ചാരമൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ എൻ്റേതായ രീതിയിൽ ഈ ജൈവ മാലിന്യങ്ങൾ നമ്മുടെ ഇവിടെ വീട്ടിലുണ്ടായ ജൈവ മാലിന്യങ്ങളോട് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ബാക്കി നമുക്കിനി കപ്പ നടുന്നതിൻ്റെ കാര്യങ്ങൾ നോക്കാം. തേനിൻ്റെ ഒരു ജാറാണ് നമ്മളൊരു അളവ് പോലായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് കൂടെ ഒരു ജാറ് വെച്ചിട്ട് ഓരോ ചോട്ടിൽ വിടാൻ വേണ്ടിയാണ് നിറച്ച്. അപ്പോൾ നമുക്കൊരു കണക്ക് വരും. അത് കഴിഞ്ഞ് മിച്ചം ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഒരു ജാറും കൂടെ ഇത് കൂട്ടി 2 ജാറ് വെച്ച് ഇടാൻ പറ്റും. അല്ലെങ്കിൽ 1.5 ജാറോ അങ്ങനെ അനുസരിച്ച് ഇടാൻ പറ്റും. അവൾ പിന്നെയും വന്നത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ കൂന കൂട്ടി വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ പ്രാദേശികമായി പറയുന്നത് ഉടലെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് വെയിലടിക്കുന്ന ഈ പ്രദേശം വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 2 എണ്ണം നടാനുള്ള സ്പേസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ 2 എണ്ണം നടാനുള്ള സ്പേസ് ഇല്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ഏകദേശം 2 എണ്ണത്തിനും കണക്കാക്കിയായിട്ട് വന്നേക്കുന്നത്. അവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 എണ്ണത്തിനുള്ള ഇവിടെ കുറച്ചെണ്ണം അങ്ങനെ 2 എണ്ണം നടാമെന്നുള്ള രീതിയിലും ബാക്കി അങ്ങോട്ട് ഓരോന്നും ഇവിടെ ഒരെണ്ണം രീതിയിലാണ് നട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന വളം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ അളവുകോല് ആയിട്ടുള്ള ആ കപ്പും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ മണ്ണ് മാറ്റിയതിന് ശേഷം ഇവിടെ കുറച്ച് പണി നടക്കുന്നതിൻ്റെയൊക്കെ ആയിട്ടാണ് ഈ പാറ വന്നേക്കുന്നത്. നമ്മൾ ഉടലെടുത്തതിന് ശേഷം വന്നതാണ് ഇതൊക്കെ. അതൊക്കെ ഒന്നെടുത്ത് മാറ്റി ജസ്റ്റ് ഇവിടെ വന്ന് ഒരു നന്നായിട്ട് ഇളക്കിയിട്ടേക്കുന്നതാണ്. ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ഷൂ എന്ന് പറഞ്ഞെങ്കിൽ പോരും. കല്ല് വല്ലതും ഉണ്ടെങ്കിൽ, വലിയ കല്ല് വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയുക. അതൊക്കെ ഇത്തിരി ഒന്ന് കുഴിച്ചതിന് ശേഷം ചെറിയൊരു ഇതുപോലെ ഒരു പിള്ളക്കുഴി എടുത്തതിന് ശേഷം നമുക്ക് ഈ വളം ഇട്ട് കൊടുക്കാവുന്നതാണ്. കൈ കൊണ്ടെടുത്തെന്ന് വെച്ച് പക്ഷേ ഇല്ലാതെ നമ്മൾ കൈ നന്നായിട്ട് കഴുകിയാൽ മതി, എന്തെങ്കിലും ഒരു ആകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് നമുക്കിതിൻ്റെ അകത്തോട്ടിടാം. ഉണ്ടോ, ഇതിൻ്റെ അകത്തൊന്നും ബാക്കിയില്ല. അപ്പോൾ ഇത് മൊത്തം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാട്ട, ആ ചെറിയ പാട്ട, അതായത് ആ ചെറിയ ബക്കറ്റിനകത്ത് ചെറിയ കപ്പിൻ്റെ അകത്ത് ഇടാൻ വരുന്ന പേരക്കയുടെയൊക്കെയാണ്. അപ്പോൾ അതെല്ലാം ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഈ മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് അങ്ങ് മൂടിയിടുക. നമുക്ക് ഇങ്ങോട്ട് കപ്പ നടാവുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് കൂമ്പ കൂട്ടിയിട്ടുണ്ട്, പഴയ പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. നമുക്ക് അടിവളവുണ്ട്. ജസ്റ്റ് ഇവിടെ നമ്മൾ കപ്പ നട്ട് വിട്ടാൽ മതി. അപ്പോൾ അതുപോലെ നമുക്കിനി ബാക്കി എല്ലാ ഉടലിലും ഈ വളം അപ്ലൈ ചെയ്യണം. അതിന് ശേഷം വേണം നമുക്ക് നടാൻ വേണ്ടി. നമുക്കിപ്പോൾ നല്ലൊരു അവസരം വന്നേക്കുവാണ് കപ്പത്തണ്ട് നടാൻ വേണ്ടി. നമുക്കിപ്പോൾ മഴ പെയ്തിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മഴയാണ്. കപ്പത്തണ്ട് ഇനി മുറിച്ച് നടുന്നത് നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഉടലെടുത്ത്, അതായത് മണ്ണ് കോരി നമ്മൾ അതിനകത്ത് വളം നിറച്ച്, ഞാൻ വളത്തിൻ്റെ കാര്യങ്ങൾ കാണിച്ചല്ലോ. അപ്പോൾ ആ വളം എല്ലാ കൂനയ്ക്കകത്തും നിറച്ച് മണ്ണ് മൂടിയിട്ടേക്കാണ്. ഇനി നമുക്ക് കപ്പത്തണ്ട് നട്ടാൽ മാത്രം മതി. നമ്മുടെ ഈ കപ്പത്തണ്ട് ഇരിപ്പുണ്ട്, അതെല്ലാം ഇനി മുറിച്ചെടുക്കണം. തണ്ടുകൾ നല്ല സൂക്ഷിച്ച് മുറിക്കണം. അത് ഇതുണ്ട്, ഇതിൻ്റെ ചുവട് ഭാഗമുണ്ട്. ഈ ചുവട് ഭാഗത്ത് മുട്ടുകൾ തമ്മിലുള്ള അകലം നല്ല കുറവാണ്. ഈ ചുവട് ഭാഗത്തുള്ള മുട്ടുകൾ തമ്മിലുള്ള അകലം നല്ല കുറവാണ്. പക്ഷെ അത് കഴിഞ്ഞ് വരും തോറും മുട്ടുകൾ തമ്മിലുള്ള അകലങ്ങൾ കൂടി വരും, കുറച്ചും കൂടെ കൂടി വരും. അപ്പോൾ ചോട്ടിലെ കുറച്ച് ഭാഗം നമ്മൾ മുറിച്ച് മാറ്റണം. അത് നമുക്ക് ഉപയോഗിക്കുന്നില്ല. അതിന് ശേഷമുള്ള ആരോഗ്യമുള്ള മുട്ടുകളുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു 7 മുട്ട് ഉള്ളത് എടുക്കുന്നുണ്ട്.
7 മുട്ട എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അകത്ത് ഈ 7 മുട്ടിൻ്റെ അകത്ത് 1 2 3 4 5 6 7 അത്യാവശ്യം നീളം വരുന്നുണ്ട്. ഈ നീളത്തിൽ നമ്മളൊരു 3 മുട്ട് താഴെയും 3 അല്ലെങ്കിൽ 4 മുട്ട് താഴെയും 3 മുട്ട് മുകളിലും വരുന്ന രീതിയിലാണ് നമ്മൾ നടുന്നത്. ഇപ്പം വേനലായതുകൊണ്ട് ഇപ്പം മഴ പെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇനി അടുത്ത ദിവസങ്ങളൊന്നും മഴ പെയ്തില്ലെങ്കിൽ കുറച്ച് ഭാഗം താന്നിരുന്നില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഈ കപ്പത്തണ്ട് എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഈ മുട്ടുകളിൽ ചിലതൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ തുടങ്ങിയിട്ടുള്ള മുട്ടുകളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. എടുക്കുമ്പോൾ ഇത് ഈ കപ്പത്തണ്ടിന് ചതവോ അതുപോലെ മുറിവോ ഒന്നും വരാതെ എടുക്കുവാണെങ്കിൽ നല്ലതാണ്. നല്ല കപ്പത്തണ്ട് സൂക്ഷിച്ചെടുക്കണം. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ അതുപോലെ നടുന്ന വശം നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ ഡൗട്ട് ചിലപ്പോൾ തുടക്കക്കാർക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നിയേക്കാം. പക്ഷേ ഡൗട്ട് തോന്നേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾ ഇതിനകത്ത് നോക്കിയാൽ തന്നെ കാണാം അതിൻ്റെ ഒരു മുകളം, ഒരു ചെറിയ മുകളം വരുന്നത് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ അടിവശത്തോട് നോക്കിയാൽ അങ്ങനെ കാണത്തില്ല. മുകളിലൊരു മുകളം കാണാം. അപ്പോൾ നമുക്ക് മോള് ഈസി ആയിട്ട് തിരിച്ചറിയാൻ പറ്റും. എല്ലാ മോള് വശത്തും ചെറിയൊരു മുകളത്തിൻ്റെ ഒരു ഇതുണ്ട്. അത് കയറി വരുന്നതിനനുസരിച്ച് നമുക്ക് കാണാം. ഇതിൻ്റെ ഏറ്റവും മോള് ഭാഗം, അതായത് ഏറ്റവും അറ്റ ഭാഗത്ത് ഈ കപ്പത്തണ്ട് അറ്റം ഒന്ന് കണ്ടിച്ച് കളഞ്ഞാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമ്മളിതിൻ്റെ അറ്റഭാഗം വെട്ടിക്കളഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ ഏകദേശം ഇവിടം വരെയൊക്കെ ഉപയോഗിക്കാം. അല്ലാത്തത് നമ്മൾ മുകൾ ഭാഗം വെട്ടിക്കളയണം. കാരണം അത് തീരെ ചെറിയ ഭാഗമായിരിക്കും, തീരെ കനം കുറഞ്ഞ ഇളം ഭാഗമായിരിക്കും. അത് നമ്മൾ കളയണം. ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് എത്ര എണ്ണം കിട്ടുമെന്നുള്ളത് നോക്കാം. നിലത്തോ അതുപോലെ ഇതുപോലെ തറയിലോ കൊണ്ട് വെക്കുമ്പോൾ നമ്മൾ ആ കപ്പത്തണ്ടുകൾ ചതഞ്ഞു പോകാതെ നമ്മൾ സൂക്ഷിക്കണം. പതുക്കെ സാവകാശം കൊണ്ട് വെച്ചാൽ മതി. എല്ലാം കൂടി ഇടിച്ച് കുത്തി കൊണ്ടുവരണ്ട. കാരണം അതിൻ്റെ മുട്ടുകളും ഒക്കെ ചതഞ്ഞ് ഒടിഞ്ഞും ചെറിയ കിളിപ്പുകൾ വരുന്നതൊക്കെ പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൊണ്ടുവെക്കാൻ. സാധനം ഉപയോഗിച്ചാണ് നമ്മൾ മുറിക്കുന്നത്. ഇതുപയോഗിച്ചാണ് നമ്മൾ മുറിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു 45 രൂപയുടെ ഒരു ചെറിയ ആക്സോ ബ്ലേഡും വരുന്നൊരു സംവിധാനമാണ്. ഇത് വെച്ച് നമുക്ക് ചെറിയ PVC പൈപ്പുകളോ അങ്ങനത്തെ ചെറിയ ഐറ്റംസൊക്കെ മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് മുറിക്കാം. വലിയ ആക്സോ ബ്ലേഡ് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് മുറിക്കാം, നിങ്ങളുടെ സൗകര്യം പോലെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിഭാഗം ആദ്യം മുറിച്ച് കണ്ടിച്ച് കളയുകയാണ്. അടിഭാഗത്തെ കുറച്ച് ഭാഗം കണ്ടിച്ച് കളയുകയാണ്. അപ്പം ശ്രദ്ധിക്കേണ്ടത് ഒരു മുട്ട് ഇവിടെ, അതിനുശേഷം ഒരു മുട്ട് അപ്പുറത്തും വരും. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും നടുക്കായിട്ട് കട്ട് ചെയ്താൽ ആ മുട്ടും കൂടെ നമുക്ക് കിട്ടും. ഒരു മുട്ടയിലാണ് കട്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് ആ മുട്ട് കിട്ടത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പോൾ കുറച്ച് മുട്ടിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലതാണ്. 2 മുട്ടിൻ്റെ ഇടയിലായിട്ട് കട്ട് വരണം. ഇത് കട്ട് ചെയ്ത് വന്നു. നമുക്ക് വട്ടത്തിൽ തന്നെ നല്ല ഷേപ്പിൽ കട്ടായിട്ടുണ്ട്. നമ്മൾ വാക്കത്തി കൊണ്ട് വെട്ടി അടിക്കുമ്പം ചിലപ്പോൾ ഒടിഞ്ഞും പറഞ്ഞും ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇത് വേരുകൾ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കും. നമുക്ക് ഈ ഭാഗത്ത്, ഇതിൻ്റെ അടിഭാഗത്ത് ഈ ഒരു ഭാഗത്തു നിന്നാണ് വേരുകൾ വരുന്നത്. ഇപ്പം നല്ല ഈവനായിട്ട് നല്ല എല്ലായിടത്തും തുല്യമായിട്ട് വരുന്ന രീതിയിലുള്ള വേരുകൾ ഇവിടുന്ന് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തത്. ഞാനിത് പരീക്ഷിച്ച് വിജയിച്ച രീതിയും കൂടെയാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് കേട്ടോ. 6-7 മുട്ട് വരുന്ന രീതിയിൽ. അപ്പോൾ അത്യാവശ്യം ഒരു നീളം കാണും. തീരെ കുഞ്ഞു രീതിയിലല്ല, ചിലർ അങ്ങനെ നടാറുണ്ട്. എന്നാലും നമ്മളൊരു 7 മുട്ട് വരുന്ന രീതിയിലാണ് നടുന്നത് കേട്ടോ. 7 മുട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ ആ കപ്പത്തണ്ടയിൽ. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ കട്ട് ചെയ്യുവാണ്. നീ അപ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. നമുക്ക് ഇപ്പോൾ കപ്പത്തണ്ട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു കപ്പത്തണ്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് 7 മുട്ട് വരുന്നുണ്ട്. അതിനകത്ത് ഇതാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മുട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ബാക്കി ഈ കപ്പത്തണ്ടുകളെല്ലാം ഇതുപോലെ ആർത്തെടുക്കണം. 7 മുട്ടെന്ന് പറയുമ്പോൾ പലതും പല വലുപ്പത്തിലായി. കാരണം മുകളിലോട്ട് പോകും തോറും ഈ ഇഴകൾ തമ്മിൽ, അടുത്തടുത്ത മുട്ടുകൾ തമ്മിലുള്ള അകലം കൂടിക്കൂടി വരും. അതുകൊണ്ടാണ് ചിലത് വലുതായതും ചിലത് ചെറുതായിട്ടിരിക്കുന്നതും. കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം കൊട്ടയ്ക്കകത്ത് നമ്മൾ ഈ പത്രം വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടയുടെ ഈ അടിഭാഗത്തൊക്കെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് ജസ്റ്റ് ഒരു പത്രം വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ താഴെ പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എണ്ണി
സാധാരണ നമുക്ക് 38 ചുവടാണുള്ളത്. അപ്പോൾ ആ ചുവടിനേക്കാളും കുറച്ച് 1-2 കൂടുതലൊന്നും വരുന്ന രീതിയിൽ എടുക്കണം. കൊട്ടയ്ക്ക് പകരം എന്തെങ്കിലും ചെറിയ ബക്കറ്റോ തൊട്ടിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പം മൊത്തം 41 ചുവട് നമുക്കുണ്ട്. ബാക്കി ഇതിൻ്റെ മുറിച്ചിട്ടേക്കുന്നതാണ്. ചുവട് ഭാഗവും അഗ്രഭാഗവും ഒക്കെ നമ്മൾ ആവശ്യമില്ലാത്തത് മുറിച്ചിട്ടിട്ടുണ്ട്. ഇതിലൊക്കെ വേരുകൾ കാണാം. ചുവട് ഭാഗത്തൊക്കെ വേരുകൾ കാണാം. അത് നമുക്ക് നമ്മൾ മുറിച്ച് കളയാണ്. മൂത്ത തണ്ടായതുകൊണ്ട് നമ്മൾ മുറിച്ച് കളയാണ്. ഒരു മീഡിയം സൈസിൽ പ്രായമുള്ള തണ്ടുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് എടുത്തത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കപ്പ കൃഷി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പൂർവികർ നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞു തന്നതും നമുക്ക് അനുഭവത്തിൽ വന്ന കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ ഇപ്പം ഞാൻ ചോദിക്കുന്ന നാളെ നിങ്ങൾക്ക് ഇത് വെച്ച് നടണം, ഇത് മാത്രമേ കിട്ടിയുള്ളെങ്കിൽ ഇത് വെച്ച് നടണമെങ്കിൽ നടാൻ കേട്ടോ, ഒരു കുഴപ്പമില്ല, ഉണ്ടായൊക്കെ വരും എന്തായാലും, നടുന്നതിനൊന്നും കുഴപ്പമില്ല. എന്നാലും നമുക്ക് കൂടുതൽ വിളവ് എന്നുള്ള രീതിയിലാണ്. നമ്മൾ വീട്ടാവശ്യത്തിനാണെങ്കിലും നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ വിളവ് വേണം എന്ന് തോന്നിയാൽ ഇതുപോലത്തെ ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ ചുമ്മാ ഒരു കപ്പത്തണ്ട് നമുക്ക് കുറച്ച് കപ്പ കിട്ടണമെന്ന് മാത്രമേ ഉള്ളെങ്കിൽ വീട്ടാവശ്യത്തിന് വേണ്ടി കുറച്ച് കപ്പ ഇത് കൂട്ട് ചുവടുകൾ നട്ടാലും കുഴപ്പമൊന്നുമില്ല. അഗ്രഭാഗവും നടുന്നതിന് കുഴപ്പമൊന്നുമില്ല. തീരെ മുക്കാത്ത തണ്ടാകാതിരുന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ കപ്പത്തണ്ടെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിൽ, അതായത് ഈ കൂനയുടെയൊക്കെ അടിയിൽ നമ്മൾ ചേർത്ത വളം, നമ്മളുണ്ടാക്കിയ വളം ചേർത്തിട്ടുണ്ട്. വളം ചേർത്ത് മൂടിയതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മഴ പെയ്തിട്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു തുള്ളി മഴ പെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുതിർന്ന് പോയിട്ടുണ്ട്. ഇനി നാളത്തേക്ക് പെയ്യുമായിരിക്കും. ഇവിടെ മഴക്കാറൊക്കെ ഉണ്ട്. നാളത്തേക്ക് പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം പെയ്താലും പെയ്തില്ലെങ്കിലും നമ്മളിപ്പോൾ നടുവാണ്. തീരെ ഇത് വരുവാണെങ്കിൽ, ഇനി ഉണങ്ങിപ്പോകുന്ന കപ്പത്തണ്ടുകളുണ്ടെങ്കിൽ പകരം നമുക്ക് 2 തണ്ട് ഇരിപ്പുണ്ട്. എക്സ്ട്രാ ഇപ്പോൾ 2 തണ്ട് മിച്ചവും വരും. അത് സെലക്ട് ചെയ്ത് നല്ലത് നോക്കി നടാം. ബാക്കി എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും തണ്ടുകളൊക്കെ ഉണങ്ങിപ്പോവുകയാണെങ്കിൽ നമുക്ക് ബാക്കി അത് റീപ്ലേസ് ചെയ്യാനുള്ള 2 നീളത്തിലുള്ള തണ്ടും കൂടെ ബാക്കി ഇരിപ്പുണ്ട്. ഇനി നമുക്ക് നടാം. നടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നടുമ്പോൾ ഒന്നേ ശ്രദ്ധിക്കാനുള്ളൂ. ഇപ്പോൾ ഇത് കൂട്ടൊരു കപ്പത്തണ്ടാണെങ്കിൽ ഇതിൻ്റെ ഈ മുള ഇത് കണ്ടോ, ഇപ്പുറത്തെ വശത്ത് ഈ ഭാഗത്ത് മുളയില്ല, ഈ ഭാഗത്ത് മുള. അപ്പോൾ നമ്മളിത് മുകളിലോട്ടാക്കി നടണം. ഈ മുള ഭാഗം മുകളിലോട്ടാക്കണം. തിരിച്ചിരിക്കുവാണെങ്കിൽ ഇതുണ്ടോ, ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ അടിവശത്ത് ഇവിടെയായിട്ട് മുളയൊന്നും വരുന്നില്ല. എൻ്റെ തള്ളവിരൽ വെച്ചേക്കുന്ന ഈ ഭാഗത്ത് മുളയൊന്നും വരുന്നില്ല. മുകൾ ഭാഗത്ത് കണ്ടോ ചെറിയൊരു മുള പോലെ ഒരു കുനിപ്പ് കാണാം. അപ്പോൾ അതിനാണ് മുള എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ എങ്ങനെയാണല്ലോ നമ്മൾ നടാൻ ശ്രദ്ധിക്കുക. വേരാണുള്ള കപ്പയായി മാറുന്നത്. അപ്പോൾ വേര് വരുന്ന ഭാഗമാണ് ഇവിടം. അപ്പോൾ ഇവിടെ ബാക്കി ഇവിടമൊക്കെ എന്തായാലും മണ്ണിലടി വരുന്നതാണ്. ഇവിടമൊക്കെ നമുക്ക് ചിരണ്ടി അതിൻ്റെ കറ വരുന്ന രീതിയിലാക്കാം. ആ ഭാഗത്തും കൂടെ നമുക്ക് വേരുകൾ വരും. അപ്പോൾ ഒരു 1, 2, 3 ചുവടിൻ്റെ ഇടയും കൂടെ വേണമെങ്കിൽ നമുക്ക് കീറി വെച്ചിട്ട് അത് നടാം. കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടി ആൾക്കാർ ചെയ്യുന്ന ഒരു തന്ത്രമാണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. മണ്ണാണ്, ചുമ്മാ കൈകൊണ്ട് മാറ്റിയാൽ തന്നെ മാറും. ജസ്റ്റ് ഇറക്കുക. 3-4 ചുവട്, 3-4 മുട്ട് താഴെ വരുന്ന രീതി വെക്കുക. ബാക്കി ഈ മുകളം ശ്രദ്ധിക്കുക, അത് മുകളിലോട്ട് വരുന്ന രീതി വെച്ച് നടുക. മുകളിൽ ഇച്ചിരി മണ്ണ് തൂക്കി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ കപ്പയുടെ മൂളവശം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സ്പോഞ്ച് പോലത്തെ സാധനമാണത്. വെയിലടിച്ചാൽ പെട്ടെന്ന് ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് അധികം ക്ഷതമേക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതാണ് കറക്റ്റ് സമയം. മഴ പെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള മാസം. ചെറിയ 1-2 ഇടമഴ കിട്ടുകയും ചെയ്യും, നമുക്ക് നടുകയും ചെയ്യാം. ബാക്കി അത് കയറി വരുമ്പോഴേക്കും നല്ല മഴയാവുകയും ചെയ്യും. അതാണ് നമ്മുടെ ഉദ്ദേശം. കുംഭമാസത്തിലാണ് ഇതുപോലത്തെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കൂടുതൽ നടണമെന്ന് പറയുന്നത്. ഇതിപ്പം 10-ാം ഉദയത്തിൻ്റെ സമയമാണ്. ഈ സമയത്ത് നമുക്ക് നടാവുന്ന സമയം തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഭാഗത്ത് ഇവിടം കുറച്ച് തൊലി കളഞ്ഞിട്ടുണ്ട്, ഇവിടെയും തൊലി കളഞ്ഞിട്ടുണ്ട്, അടിഭാഗത്തും ഉണ്ട്. അപ്പം ഈ ഭാഗത്തു നിന്നും കൂടെ വേരുകൾ ഇറങ്ങും. നമ്മളിപ്പോൾ അത്യാവശ്യം 7 മുട്ടെന്ന് പറയുമ്പോൾ അത്യാവശ്യം നീളമുള്ള ഒരു സൈസ് തണ്ടുകളാണ്. അപ്പോൾ നമുക്ക് ഒരു 2-3 മുട്ട് താഴെ വെക്കുമ്പോൾ തന്നെ, 4 മുട്ട് താഴെ വെക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ 3-4 മുട്ട് താഴെ വെക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വേര് അടിയിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെത്തി വെക്കുവാണെങ്കിൽ അവിടെ ആ ഭാഗത്തു നിന്നും കൂടെ ഇതുണ്ട്, അവിടെ കറ പോലെ വരുന്നതുണ്ടോ. അപ്പോൾ അവിടെ നിന്നും കൂടെ വേരിറങ്ങി നമുക്ക് കൂടുതൽ ഉൽപ്പാദനം കിട്ടും. നമുക്കിത് ഇവിടെ വീട്ടാവശ്യത്തിന് ഇത് ഇങ്ങനെ ചെയ്യണമെന്നില്ല, എന്നാലും ചെയ്താൽ നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിപ്പം നടാൻ പോവാണ്. ഇതാണ് ഇവിടെയായിട്ട് ഈ ഭാഗത്തായിട്ട് നടുക്ക്
നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ഇപ്പം മഴ പെയ്തിട്ടുണ്ട്, ജസ്റ്റ് അതുകൊണ്ടൊന്ന് മണ്ണ് നനഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ അടിവുണ്ട്, അടിയിലത്തെ മണ്ണ് നനഞ്ഞിട്ടുമില്ല, മുകളിലത്തെ മണ്ണ് മാത്രം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറക്കിയിട്ട് ഇവിടെ നമ്മൾ വളമിട്ടിട്ടുണ്ട് അടിയിലോട്ട്. ജസ്റ്റ് ഒന്ന് അത് ഇളക്കി മാറ്റി ഒരു കുഴിയാക്കിയതിന് ശേഷം കപ്പത്തണ്ട് ഇറക്കി വെക്കുക. ഏകദേശം ഒരു 1 2 3 ചോട്, 3 മുട്ട്, അതിൻ്റെ 3 മുട്ട അടി വരുന്ന രീതി വെച്ചാൽ മതി. 3 അല്ലെങ്കിൽ 4. എന്നിട്ട് നമ്മളിതുപോലെ മണ്ണ് പിന്നെയും കൂട്ടി കൊടുക്കുക. ഇപ്പം ഏകദേശം 1 2 3 4 മുട്ട മുകളിൽ വന്നിട്ടുണ്ട്. 3 മുട്ട ഏകദേശം താഴെ വന്നിട്ടുണ്ട്. 4 മുട്ട ധാരാളം മതി നമുക്ക്. ഇതിപ്പോൾ അത്യാവശ്യം അടിയിലോട്ടും വന്നിട്ടുണ്ട്, അത്യാവശ്യം മുകളിലോട്ടും വന്നിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്കിതുപോലെ നല്ല തരിയായിട്ടുള്ള മണ്ണെടുത്തിട്ട് ചുമ്മാ ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. അവിടെ ഒന്ന് മറിഞ്ഞിരിക്കാനും വെയിലടിക്കാതിരിക്കാനും ഒക്കെയാണ്, ഉണങ്ങിപ്പോകാതിരിക്കാൻ, ഉണക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇനി നമുക്കിതുപോലെ ബാക്കി കിടക്കുന്നിടത്തെല്ലാം ഇതുപോലെ കപ്പ നടണം. അപ്പോൾ ഇത്രയായി. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ 2 കപ്പത്തണ്ടുകൾ തമ്മിലുള്ള അകലം ഏകദേശം 1 മീറ്റർ വേണമെന്നാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ 3 അടി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മളിവിടെ അതിൽ കുറച്ചൊക്കെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു കിടപ്പനുസരിച്ചാണ് ഏകദേശം 2 അടി അടുത്തൊക്കെ വരുന്നുള്ളൂ. നമുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പുറത്തെ സൈഡിലും കപ്പയ്ക്ക് വളരാൻ സ്ഥലമുണ്ട്. പിന്നെ അത്രയും സ്പേസേ അവിടെ ഉള്ളൂ. ഇതിന് ഇപ്പുറത്തോട്ട് കോൺക്രീറ്റ് വാർത്തിട്ടേക്കണം, അപ്പം കപ്പ അങ്ങോട്ട് പോകത്തുമില്ല. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഒരു തണ്ടിനേക്കാളും കൂടുതൽ നടാനുള്ള സ്ഥലവും അവിടെ ഉണ്ട്, ഇങ്ങനെ 2 ആയിട്ട് വെച്ചേക്കുന്നിടത്ത്. അതുകൊണ്ട് നമ്മൾ നട്ടുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ വീട്ടാവശ്യത്തിനായതുകൊണ്ട് നമുക്കിതൊന്നും പ്രശ്നമില്ല. നമുക്ക് ഏത് വിളവ് കിട്ടിയാലും നമുക്കത് ബോണസ് തന്നെയാണ്. കാരണം നമുക്ക് ഒരു ചിലവും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. നമ്മുടെ മെനക്കേട് വരുന്നുണ്ട്, ശരിയാണ്, നമ്മുടെ അധ്വാനം വരുന്നുണ്ട് എന്നല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ ചിലവുകൾ വരുന്നില്ല. നമ്മൾ കപ്പത്തണ്ട് ആണെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ബാക്കി എല്ലാ സാധനങ്ങളും ചാരം, ചാണകം, ഇതെല്ലാം നമ്മൾ നമ്മുടെ ബന്ധുക്കാരിൽ നിന്നും നമ്മുടെ അടുത്തുള്ള ആൾക്കാരിൽ നിന്നും വാങ്ങിയതാണ്. അതുകൊണ്ട് നമുക്ക് ചിലവുകളൊന്നുമില്ല. നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേണ്ടതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചിലവായിട്ട് നടുമ്പം, കൃഷിയായിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ നടുമ്പം മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അതിൻ്റെ ശാസ്ത്രീയമായ വശം പിന്തുടരേണ്ടതുള്ളൂ, അത് ചെയ്യേണ്ടതുള്ളൂ. അല്ലാത്തപ്പം നമ്മുടെ സൗകര്യത്തിന് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളിലും ഒരു കപ്പത്തണ്ട് ചുമ്മാ വെച്ചാൽ പോലും നമുക്ക് ഉണ്ടായി വരും. അതിൻ്റെ വളങ്ങൾ പിന്നെയും നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മുടേതായ രീതിയിൽ നമ്മൾ നടുന്നേ ഉള്ളൂ. അത്യാവശ്യം എല്ലാം നട്ടു. ചിലതൊക്കെ നല്ല നീളത്തിലൊക്കെ ഇത് കണ്ടോ, ഇവിടത്തേക്ക് നല്ല നീളത്തിൽ ഇരിപ്പുണ്ട്. കാരണം അത് അവസാനത്തെ ഭാഗത്തെ തണ്ടായതുകൊണ്ടാണ് അവിടെ നീളം വന്നു. അപ്പോൾ കുറച്ച് എന്തായാലും ഏകദേശം എല്ലാത്തിനും അടിയിലോട്ട് പോയേക്കുന്ന ഏകദേശം 3 മുട്ടോളം അടിയിലോട്ട് പോയിട്ടുണ്ട്. 3 മുകളം, അതായത് മുള വരുന്ന ഭാഗം അടിയിലോട്ട് പോയിട്ടുണ്ട്. ബാക്കി 4 മുകളിലോട്ട്, അങ്ങനെയായിട്ടാണ് ഏകദേശം എല്ലാം വന്നേക്കുന്നത്. വലുതാകുമ്പോൾ കുറച്ച് കൂടുതൽ പൊങ്ങി നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പുറത്തുള്ള മുകളങ്ങളുടെ എണ്ണം എല്ലാത്തിൻ്റെയും ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കി നിങ്ങളും ഇതുപോലെ കപ്പ കൃഷി ചെയ്യണം. നമുക്ക് സുഖമായിട്ട് നമുക്ക് കുറച്ച് കപ്പ വീട്ടിൽ തന്നെ തിന്നാം. ഇത് വേണമെങ്കിൽ ഉണക്കി സൂക്ഷിച്ചാൽ പിന്നെ മഴക്കാലത്ത്, കപ്പയില്ലാത്ത കാലത്തും തിന്നാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെയാണ് കപ്പയുടെ വിശേഷങ്ങൾ. അപ്പോൾ കപ്പ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ നട്ടതിന് ശേഷമുള്ള ഈ വിളവെടുക്കുന്ന സമയത്തെ വീഡിയോ ഞാൻ പിന്നീട് എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നടിയിൽ ഭാഗം മാത്രമാണ്
തുടക്കത്തിലെ ആ ഭാഗം മാത്രമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. കപ്പത്തണ്ടുകൾ ഇത് മുളച്ച് വരും. ആ സമയം വളരെ പ്രധാനമാണ്. മഴ പെയ്യാൻ തുടങ്ങുന്ന, വേനൽക്കാലം കഴിഞ്ഞ് മഴ പെയ്യാൻ തുടങ്ങുന്ന ഈ സമയത്ത് ആണ് ശരിക്കും കപ്പ നടേണ്ടത്. അന്നേരം പിന്നെ നമുക്ക് കപ്പ നല്ല രീതിയിൽ വളർത്തിയെടുത്ത് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ജലസേചനം കൊടുക്കാൻ സാഹചര്യം ഉള്ളിടത്താണെങ്കിൽ നമുക്ക് ഏത് സമയത്തും കൃഷി ചെയ്യുന്നതിന് കുഴപ്പമില്ല. കുംഭമാസം അല്ലെങ്കിൽ മേടം 10, മേടം 10, അതായത് 10-ാം ഉദയത്തിന് സമയം, ഈ സമയങ്ങളിലാണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. ഏറ്റവും നല്ലത് കുംഭമാസത്തിൽ കൃഷി ചെയ്യുന്നതാണ്. അപ്പം കപ്പകൃഷിയുടെ കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു. അപ്പം ഇത്രയൊക്കെയുള്ള കപ്പ കൃഷിക്കകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു വലിയ കപ്പത്തോട്ടത്തിലാണ്. ഇതിവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പം ഇതുണ്ടോ, ഇവിടെ കപ്പയ്ക്ക് ചാരമൊക്കെ, കപ്പയ്ക്കൊരു പ്രധാനപ്പെട്ട വളമാണ് ചാരം. ഇതുണ്ടോ, ചാരം ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ കപ്പയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വന്ന കപ്പയാണ്. നന്നായിട്ട് പരിചരിക്കുന്ന ഒരു തോട്ടമാണ്. ഇതുകൊണ്ട് അടിവശത്തൊന്നും പുല്ലുകളൊന്നുമില്ല. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ തീരെ സ്ഥലമില്ലെങ്കിൽ 1-2 ഒരു ചാക്കിൻ്റെ അകത്ത് കയറ്റിയിട്ടാണെങ്കിൽ നിങ്ങൾ കപ്പ കൃഷി ചെയ്യണം. അത് നിങ്ങൾ ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ തവണയും ചെയ്യും. കാരണം ഞാൻ ഇപ്പോൾ ഒരു 3-4 കൊല്ലമായിട്ട് എല്ലാ തവണയും കപ്പ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ടാണ് ഞാൻ കൃഷി ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ കൃഷിയോട് താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കപ്പ കൃഷി ചെയ്യുകയാണ് ചെയ്തത്. ആദ്യത്തെ തവണ കൃഷി ചെയ്തു. അപ്പം നമ്മൾ ഓരോ തവണയും ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ വീഡിയോ കണ്ടിട്ടാണെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. വീഡിയോ കാണുമ്പോൾ ഓരോരോ അറിവുകൾ നമുക്ക് കിട്ടും. ആ അറിവുകൾ നമുക്ക് എടുക്കണം. അതുപോലെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന കുറച്ച് അറിവുകളുണ്ട്. അപ്പോൾ ആദ്യത്തെ തവണ ഞാൻ ചെയ്തപ്പം എനിക്ക് കിട്ടിയ അറിവുകൾ പിന്നത്തെ തവണ എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഓരോ തവണ വരുമ്പോഴും നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ നടത്തുക, അത് നമ്മുടെ സ്വന്തമായ പരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അതുപോലെ ബാക്കി ആളുകളുടെ പരീക്ഷണങ്ങൾ, വിജയിച്ച പരീക്ഷണങ്ങൾ കാണുക. അങ്ങനെ പല പല കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇമ്പ്രൂവ് ചെയ്താണ് നമ്മൾ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഈ കൃഷികളെല്ലാം നമ്മൾ കൂടുതൽ വിജയത്തിലെത്തിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിലും വ്യത്യസ്തമല്ല. ഓരോ തവണയും കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അനുഭവത്തിൽ വരുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൃഷിയെ വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ കൂട്ടുകാരെ. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി.